വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും സെപ്റ്റി മാലിന്യം നേരിട്ട് ശേഖരിച്ച് സംസ്കരിക്കാനുള്ള മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സംവിധാനമൊരുക്കി കൊല്ലം ജില്ലാ പഞ്ചായത്ത്. സെപ്റ്റി മാലിന്യങ്ങൾ ശേഖരിക്കുകയും ശാസ്ത്രീയമായി സംസ്കരിക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റ്. കേരളത്തിൽ ആദ്യമായാണ് ഒരു ജില്ലാ പഞ്ചായത്ത് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഗ്രാമ നഗരപ്രദേശങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും നേരിട്ടെത്തി സെപ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതാണ് പദ്ധതി. സെപ്റ്റിക് ടാങ്ക് ശുചിയാക്കേണ്ട സ്ഥലത്തെത്തി അവിടുന്ന് പമ്പ് ചെയ്ത് ഫിൽട്ടർ ചെയ്താണ് ശുചിയാക്കുന്നത്. ദ്രാവകം ഖരവസ്തുവിൽ നിന്ന് വേർതിരിക്കുമ്പോൾ മലിനജലം സംസ്കരണ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നു. ഫിൽട്ടർ ചെയ്ത ശേഷം ലഭിക്കുന്ന വെള്ളം കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാം. ബാക്കി വരുന്ന മാലിന്യം ശേഖരിച്ച് ജൈവവളമാക്കി മാറ്റുകയും ചെയ്യാനാകും വിധമാണ് ഇതിന്റെ പ്രവർത്തനം. വാട്ടർ ബോഡികൾ, കിണറുകൾ എന്നിവയുടെ മലിനീകരണവും ഇതിലൂടെ തടയാനാകും. 50 ലക്ഷം രൂപ വീതം ചെലവിൽ 2 ട്രീറ്റ്മെന്റ് പ്ലാന്റ് മൊബൈൽ യൂണിറ്റുകളാണ് തുടക്കത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്ന ഇതിന്റെ സേവനം ജില്ലയിലുടനീളം ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ പറഞ്ഞു. മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നുള്ളതാണ് ഇതിന്റെ പേര്. കേരളത്തിൽ ഒരു ജില്ലാ പഞ്ചായത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഭൗമ എന്ന ഏജൻസിയാണ് ഇത് നമ്മുടെ ജില്ലയിൽ പ്രാവർത്തികമാക്കുന്നത്. വീടുകളിലും സ്ഥാപനങ്ങളിലും സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കുക എന്നുള്ള ജോലിയാണ് പ്രധാനമായിട്ട് നിർവഹിക്കുന്നത്. അപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ ഇതിനൊരു കോൾ സെൻ്റർ ഉണ്ടാവും, ഒരു ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഉണ്ടാവും. അപ്പോൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ആ ബുക്കിംഗ് നടത്തി അവരുടെ വീടുകളിൽ തന്നെ വാഹനങ്ങളെത്തി ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പ്രവൃത്തിയാണിത്. ഇത് സ്വകാര്യ ഏജൻസികളും മറ്റ് ചില സംഘങ്ങളുമൊക്കെ ഈ രംഗത്ത് ഇത് കൊണ്ടുപോയി ജലാശയങ്ങളിൽ തള്ളുക, അതുപോലെ റോഡ് വക്കിൽ തള്ളുക, ഇത് വളരെ സയൻറ്റിഫിക്കായിട്ട് സംസ്കരിക്കാതിരിക്കുക, അങ്ങനെ ഒരിടത്തുനിന്ന് വേസ്റ്റ് എടുത്ത് ഫീക്കൽ സ്ലഡ്ജ് എടുത്ത് മനുഷ്യമാലിന്യം എടുത്ത് മറ്റൊരിടത്ത് നിക്ഷേപിക്കുക എന്നുള്ളതായിരുന്നു നടപ്പിലായിക്കൊണ്ടിരുന്നതെങ്കിൽ ഞങ്ങളത് വളരെ സയൻറ്റിഫിക്കായിട്ട് സംസ്കരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിലൂടെ തെളിയിക്കുന്നത്. അപ്പോൾ ചെറിയ വാഹനമാണ് ഏത് ചെറിയ വഴിയിലൂടെയും, ഒരു മാരുതി കാർ ഓടിപ്പോകുന്ന വഴിയിലൂടെ പോകത്തക്കവണ്ണമുള്ള വാഹനമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മണിക്കൂറിൽ 6000 ലിറ്റർ വരെ സെപ്റ്റിക് മാലിന്യം മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റിലൂടെ സംസ്കരിച്ചെടുക്കാൻ കഴിയും. ഭൗമ എൻവിടെക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സാങ്കേതിക സഹായത്തോടെ ആധുനികമായി സജ്ജീകരിച്ചിട്ടുള്ള മൊബൈൽ യൂണിറ്റാണ് ഇതിനായി സജ്ജീകരിച്ചിട്ടുള്ളത്. 2 തരത്തിലുള്ള മോട്ടറുണ്ട്. സ്ലഡ്ജ് കൂടുതലുള്ള ടാങ്ക് ആണെങ്കിൽ നമ്മൾ മോട്ടർ ഉള്ളിലേക്ക് ഇറക്കും, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വലിക്കാവുന്ന മോട്ടറുണ്ട്. ഇൻലെറ്റിലൂടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു കളക്ഷൻ ടാങ്കിലേക്ക് വരും. കളക്ഷൻ ടാങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മളൊരു പോളിമർ മിക്സ് ചെയ്യും. പോളിമർ മിക്സ് ചെയ്യുന്നത് ഇതിൻ്റെ ഖരവും ദ്രാവകവും തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ച് ലൈറ്റൻ ചെയ്യാനാണ്. ഇതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ പേര് സെൻട്രിഫ്യൂജ് എന്നാണ്. സെൻട്രിഫ്യൂജിൽ അതിശക്തമായി കറങ്ങുമ്പോൾ അതിൻ്റെ സോളിഡ് പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് മാറുകയും 300 മൈക്രോണിൽ ഈ വെള്ളം കട്ട് ചെയ്തിട്ട് അടുത്ത ലെവലിലേക്ക് പോവുകയും ചെയ്യും. മിനിമം 5000 രൂപ മുതലാണ് ഇതിനായി ഈടാക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ളത്. ദൂരപരിധി അനുസരിച്ച് താരിഫിൽ വ്യത്യാസം വരും. പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും പൊതുജനാരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം.